ഗാസയിൽ വീണ്ടും സമാധാനം തകരുന്നു. ഇസ്രയേൽ ആക്രമണത്തിൽ 33 പേർ കൊല്ലപ്പെട്ടു. സൈന്യം ആക്രമണം കടുപ്പിച്ചത് നെതന്യാഹുവിന്റെ നിർദ്ദേശത്തിന് പിന്നാലെയാണ്. ഹമാസ് തുടർച്ചയായി വെടിനിർത്തൽ ലംഘിക്കുന്നുവെന്ന് ആരോപിച്ചാണ് നെതന്യാഹു ശക്തമായ ആക്രമണത്തിന് ആഹ്വാനം ചെയ്തത്. ഗാസയിലെ ഇസ്രായേലി ആക്രമണങ്ങളെ ട്രംപും ന്യായീകരിച്ചു. ഹമാസിന്റെ പ്രകോപനത്തിനുള്ള തിരിച്ചടിയാണ് ആക്രമണം. ഗാസ വെടിനിർത്തൽ ഒരു കാരണവശാലും തകരില്ല എന്നും ട്രംപ് പറഞ്ഞു. അനുപമ ശ്രീദേവിയാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. അനുപമ, വെടിനിർത്തൽ കരാർ അപ്രസക്തമാവുകയാണോ? ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് വീണ്ടും വെടിവയ്പ് ആരംഭിച്ചിരിക്കുന്നത്, ആക്രമണം ആരംഭിച്ചിരിക്കുന്നത് അവിടെ? തീർച്ചയായും ലക്ഷ്മി, ഈ ഒക്ടോബർ 10 പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാറിന്റെ ഭാവിയിൽ വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ഇന്നലെ ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയത്. ഇസ്രയേൽ ഗാസയിലുടനീളം ആക്രമണങ്ങൾക്ക്, ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് ഉത്തരവിട്ടുകൊണ്ടായിരുന്നു ഇന്നലെ ഇസ്രയേലി പ്രധാനമന്ത്രിയുടെ പ്രസ്താവന പുറത്തു വന്നത്. ഇതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെ നീണ്ട ആക്രമണത്തിലായി 33 പേർ കൊല്ലപ്പെട്ടതായിട്ട് ഹമാസ് നിയന്ത്രണത്തിനുള്ള സിവിൽ ഡിഫൻസ് ഏജൻസി സ്ഥിരീകരിക്കുന്നത്. വിവിധ മേഖലകൾ, ഖാൻ യൂനിസ് അടക്കം ഇപ്പോൾ ബന്ദികളുടെ മൃതശരീരങ്ങൾ വീണ്ടെടുക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ തുടരുന്ന മേഖലയിലാണ് ഇസ്രയേലി ആക്രമണങ്ങൾ ഉണ്ടായത്. ഈ ഒരു ആക്രമണത്തിൽ ഹമാസ് ആക്രമണത്തിന് കാരണമായി തന്നെ ഇസ്രയേൽ പറയുന്നത് വെടിനിർത്തൽ ലംഘനങ്ങളാണ്, തുടർച്ചയായിട്ടുള്ള വെടിനിർത്തൽ ലംഘനങ്ങൾ. ഇന്നലെ ലൈൻ ഓഫ് കൺട്രോളിൽ, ഇസ്രയേലിൻ്റെ ലൈൻ ഓഫ് കൺട്രോളിൽ ഹമാസ് ആക്രമണം നടത്തിയെന്നും അതിലൊരു IDF സൈനികൻ കൊല്ലപ്പെട്ടെന്നും ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് ആരോപണമുണ്ട്. അതുപോലെ തന്നെ ഇനിയും വിട്ടുകിട്ടേണ്ട 15 ബന്ദികളുടെ മൃതശരീരങ്ങൾ വിട്ടു നൽകാതെ ഹമാസ് വൈകിപ്പിക്കുന്നു എന്നുള്ളൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ ദിവസം കൈമാറിയ ഒരു ബന്ദിയുടെ മൃതശരീരം നേരത്തെ തന്നെ ഇസ്രയേലി സൈന്യം വീണ്ടെടുത്ത മൃതശരീരത്തിൻ്റെ ബാക്കിയുള്ള അവശിഷ്ടങ്ങളാണ് എന്ന രീതിയിൽ അങ്ങനെ ഈ വെടിനിർത്തൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഹമാസ് തുരങ്കം വയ്ക്കുന്ന രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും പല നിലപാടുകളും ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ആരോപണം മുൻനിർത്തിയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ഈ ഒരു ആക്രമണത്തെ ന്യായീകരിക്കുന്ന രീതിയിലാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ഇവിടെ ഈ കരാറിന്റെ തന്നെ പ്രധാന മധ്യസ്ഥരിൽ ഒരാളാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പ്രാധാന്യമുള്ളൊരു പ്രതികരണമാണ് ട്രംപിൻ്റേത്. ഈ ഒരു ആക്രമണത്തിന് ഇസ്രയേലിന് അവകാശമുണ്ടെന്ന തരത്തിലാണ് ട്രംപ് പ്രതികരിക്കുന്നത്. അതായത് ഈ IDF സൈനികനെ കൊലപ്പെടുത്തിയ ആക്രമണം ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നും അതിനുള്ള തിരിച്ചടി നൽകാനുള്ള അവകാശം ഇസ്രയേലിനുണ്ടെന്നും അവകാശമാണ് ഇസ്രയേൽ ഉപയോഗിച്ചതെന്നും ട്രംപ് പറയുന്നു. എന്നാൽ ഈ അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ കരാർ നിലനിൽക്കുമെന്നും അത് ഒരു കാരണവശാലും തകരില്ല എന്നും ട്രംപ് പറയുന്നു. ഇപ്പോൾ ഇസ്രയേലിൽ ഈ സമാധാന കരാറിന്റെ തുടർ ചർച്ചകൾക്കായിട്ടുള്ള US വൈസ് പ്രസിഡന്റ് JD വാൻസും അങ്ങനെ ഒരു റിപ്പോർട്ടാണ് നൽകുന്നത്. ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാർ തുടരും, സമാധാന കരാറിന്മേലുള്ള ചർച്ചകൾ തുടരും. ഇതെല്ലാം ഒരു നിസ്സാരമായിട്ടുള്ള പ്രകോപനങ്ങളും പ്രതികരണങ്ങളും മാത്രമാണെന്നുള്ള രീതിയിലാണ് അമേരിക്കയുടെ പ്രതികരണവും വരുന്നത്. ലക്ഷ്മി, അനുപമ ശ്രീദേവിയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.